നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് 1 നമ്മളങ്ങനെ തുടങ്ങുകയാണ്. ഈ കാണുന്ന ഓരോ കുട്ടികളും ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ ഒന്നും അറിയത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ ഒന്നും അറിയത്തില്ലെങ്കിൽ, മാത്സിൻ്റെ ഒന്നും അറിയത്തില്ലെങ്കിൽ, നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കമൻസ് ഇടാം. ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ എല്ലാ ചാപ്റ്ററുകളും മാഷ് എടുത്തു തരും. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് നല്ല ഈ പറഞ്ഞില്ലേ ഇടിച്ചിടിച്ച് നിൽക്കണം. കിടുക്കൻ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അടിപൊളി സപ്പോർട്ടാകുമ്പോൾ മാത്രം നമുക്കും ആവേശമായിരിക്കും പഠിപ്പിക്കാൻ. നിങ്ങൾക്കും അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. അല്ലെങ്കിലും ഗംഭീരമായിട്ട് ഗുണം ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാനുള്ള വീഡിയോസ് ആയിരിക്കും. അന്നേരം സബ്സ്ക്രൈബ് ചെയ്യുക, കീപ് സപ്പോർട്ടിങ്. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കുകയരുത്. അന്നേരം പ്ലസ് 1 ഞാൻ ഫിസിക്സിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഏതൊക്കെ ചാപ്റ്ററുകൾ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എങ്ങനെയൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ചാനലിൽ കയറി നോക്കിയാൽ കാണാം. ഇന്ന് പ്ലസ് 1 റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുന്ന ചാപ്റ്റർ, ഏറ്റവും കൂടുതൽ കുട്ടികൾ വേണം എന്ന് പറഞ്ഞ ചാപ്റ്റർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് പ്ലസ് 1. നമ്മൾ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് വലിയ ഭീമനാണെന്ന് തോന്നിയാലും ഏറ്റവും മാർക്കിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഗ്രാവിറ്റേഷനാണ്. ഭൂഗോളത്തിൻ്റെ സ്പന്ദനം, അതാണ് ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷൻ അതൊന്ന് ഉറപ്പിക്കാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ നോക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാം. നിങ്ങൾക്ക് നോട്ട്സ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രൂപ്പിനകത്ത് കയറാം. ഫ്രീ ക്ലാസ്സാണ്. നോട്ട്സും സിമ്പിളാകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഗ്രാവിറ്റേഷൻ. ആദ്യം ഗ്രാവിറ്റേഷനകത്ത് പലപ്പോഴും റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ് ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. പല കുട്ടികളും വിചാരിക്കും ഇതൊക്കെ ഞങ്ങൾക്ക് വളരെ ഈസിയാണ് സാർ, ഇതൊന്നും ഞങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനല്ലേ, നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ആകാം, ഓവർ കോൺഫിഡൻസ് ആകാം. ഓക്കെ, അന്നേരം എവരി പാർട്ടിക്കിൾ ഇൻ ദി യൂണിവേഴ്സ് അട്രാക്ട്സ് എവരി അതർ പാർട്ടിക്കിൾ വിത്ത് എ ഫോഴ്സ്. നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ പഠിച്ചു പോയാൽ അടിപൊളിയായിരിക്കും. എവരി പാർട്ടിക്കിൾ ഇൻ ദി യൂണിവേഴ്സ് അട്രാക്ട്സ് എവരി അതർ പാർട്ടിക്കിൾ വിത്ത് എ ഫോഴ്സ്. പ്രപഞ്ചത്തിലെ എല്ലാ പാർട്ടിക്കിളും മറ്റൊരു പാർട്ടിക്കിളിനെ അട്രാക്ട് ചെയ്യുന്നത് ഒരു ഫോഴ്സ് കൊണ്ടാണ്. ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അന്നേരം ഇത്രയാണ് ആ ലോ. അത് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചാൽ, നല്ല സ്പീഡിൽ നന്നായിട്ടത് പഠിച്ചങ്ങ് എഴുതിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. എവരി പാർട്ടിക്കിൾ ഇൻ ദി യൂണിവേഴ്സ് അട്രാക്ട്സ് എവരി അതർ പാർട്ടിക്കിൾ വിത്ത് എ ഫോഴ്സ് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അങ്ങനെയാണ് ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ അങ്ങനെ എഴുതാം. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ്. രണ്ട് മാസ് എടുക്കുക, M1 M2, പ്രോഡക്റ്റ് ആകുമ്പോൾ M1 M2 ആൻഡ് സ്ക്വയർ ഓഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇൻവേഴ്സ്ലി എപ്പോഴും നമ്മൾ എടുക്കുന്നത് എന്തോ ഇൻറ്റു 1/, സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ആകുമ്പോൾ R². അന്നേരം എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു M1 M2 ഇൻറ്റു 1/R² എന്ന് പറയുന്നതാണ് എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു M1 M2 R². പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണോടെ, ഒരു കോൺസ്റ്റൻറ്റ്. എപ്പം പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഉണ്ടെങ്കിലും നമ്മൾ ഈക്വൽ സൈൻ കൊടുത്ത് ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് മറക്കരുതേ. ഓക്കെ, അന്നേരം ഇവിടെ എഫ് ഈസ് ഈക്വൽ ടു ജി എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ജി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ്, ജി ഇൻറ്റു M1 M2 R². ആ ജിയെ പറയുന്ന പേരാണ്, അതും പരീക്ഷയ്ക്ക് ചോദിക്കാം, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. വേർ ജി ഈസ് എ കോൺസ്റ്റൻറ്റ് നോൺ ആസ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ഇനി നമുക്ക് ജിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ജി ഇസിക്കൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് FR² M1 M2. യൂണിറ്റും വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഫോഴ്സിൻ്റെ ന്യൂട്ടൺ, ഡിസ്റ്റൻസിൻ്റെ മീറ്റർ, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ, R² ആകുമ്പോൾ മീറ്റർ സ്ക്വയർ, മാസിൻ്റെ കിലോഗ്രാം, കിലോഗ്രാം ഇൻറ്റു കിലോഗ്രാം, കിലോഗ്രാം സ്ക്വയർ. എന്തെങ്കിലും ക്ലാസ്സിൽ നിങ്ങൾക്ക് വ്യക്തമായില്ലെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഡൗട്ട് മാഷ് ക്ലിയർ ചെയ്ത് തരും, എന്നെക്കൊണ്ട് പറ്റുന്നത് ഉറപ്പായിട്ട് കേട്ടോ. അന്നേരം ജി ഇസിക്കൽ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ. യൂണിറ്റ് എന്ന് പറയുന്നത് 6.67 ഇൻറ്റു 10⁻⁻11. പിന്നെ അതിൻ്റെ യൂണിറ്റ് ഇവിടെ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ. ഇതാണ് ജിയുടെ വാല്യൂ. ജിയുടെ വാല്യൂ ആണിത്, യൂണിറ്റാണ് ഈ പറഞ്ഞത്. അന്നേരം ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. എവരി പാർട്ടിക്കിൾ ഇൻ ദി യൂണിവേഴ്സ് അട്രാക്ട്സ് എവരി അതർ പാർട്ടിക്കിൾ വിത്ത് എ ഫോഴ്സ് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു M1 M2
by r square. F is equal to g into m1 m2 by r square, where g is called the gravitational constant. Its unit is Newton meter square by kilogram square. Its value is 6.67 into 10 raised to minus 11 Newton meter square by kilogram square. എന്നെക്കാട്ടിൽ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പച്ച ഉള്ള പോലെ പറയാം. പറ്റത്തില്ലേ? പറ്റും. അടുത്ത എന്താണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്? ഇപ്പം നമ്മളോട് ഇക്വേഷൻ ആണ് ജി ഈസ് ഈക്വൽ ടു എഫ് ആർ സ്ക്വയർ ബൈ m1 m2. എപ്പോഴാണ് ജി ഈസ് ഈക്വൽ ടു എഫ് എന്ന് എഴുതുന്നത്? ജി ഈസ് ഈക്വൽ ടു എഫ് എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ ആർ എന്ന് പറയുന്നത് 1 മീറ്റർ ആയിരിക്കണം, m1 m2 എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ജി ഈസ് ഈക്വൽ ടു എന്താണ്? എഫ് ആണ്. അന്നേരം എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അന്നേരം ഈ ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 1 മീറ്റർ ആയി, m1 m2 1 കിലോഗ്രാം ആയി. m1 m2 എന്ന് പറഞ്ഞാൽ മാസ്സാണ്. അത് നോക്കി, ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് പരീക്ഷയ്ക്ക് വെച്ചിട്ടുണ്ട്. ഈസ് ദെയർ എനി കോൺസ്റ്റന്റ് അസോസിയേറ്റഡ് വിത്ത് ഗ്രാവിറ്റേഷൻ? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈസ് ദെയർ എനി കോൺസ്റ്റന്റ് അസോസിയേറ്റഡ് വിത്ത് ഗ്രാവിറ്റേഷൻ? ഗ്രാവിറ്റേഷനായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും കോൺസ്റ്റന്റ് ഉണ്ടോ പഠിക്കാൻ? ഉണ്ട്, ഒരേ ഒരു കോൺസ്റ്റന്റ്. അവനെ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ അവനെ ഡിഫൈൻ ചെയ്യാൻ. അന്നേരം ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു എഫ് എന്തുവാ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ യൂണിറ്റ് മാസസ്. അതാണ് m1 m2 is equal to m1 is equal to m2 is equal to 1 കിലോഗ്രാം സെപ്പറേറ്റഡ് ബൈ യൂണിറ്റ് ഡിസ്റ്റൻസ്. അതാണ്. അന്നേരം നമ്മൾ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റും ക്ലിയർ ആയി. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഡിനോട്ട് ചെയ്ത ലെറ്റർ സ്മോൾ ജി. കാരണം അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ എന്നാണ്, ഇല്ലേ ലാസ്റ്റിലത്തെ ട്വിസ്റ്റിൽ നിന്നാണ് ബാക്കിയുള്ള സിനിമയിലെ കഥ പറയുന്നതെന്ന് പറയുന്ന പോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഫൈനൽ ഇക്വേഷൻ എന്നാണ് ബാക്കിയുള്ള ഡെറിവേഷനിലോട്ട് നമ്മൾ പോകുന്നത്. അതായത് എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? ദി ആക്സിലറേഷൻ കോസ്ഡ് ബൈ എർത്ത് അട്രാക്ഷൻ. ഭൂമിയുടെ ആകർഷണം കൊണ്ടുണ്ടാകുന്ന ആക്സിലറേഷൻ പറയുന്നവരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇറ്റ്സ് വാല്യൂ ഈസ് 9 m/s². എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സ്മോൾ ജി ആണ്. ക്യാപിറ്റൽ ജി വേറെ, സ്മോൾ ജി വേറെ. ക്യാപിറ്റൽ ജിയെ പറയുന്ന പേര് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, സ്മോൾ ജിയെ പറയുന്ന പേര് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9.8 m/s². മാക്സിമം വാല്യൂ ജിയുടെ പോൾസിലാണ്, മിനിമം വാല്യൂ ഇക്വേറ്ററിലാണ്. ക്ലിയർ? ഇനി എഫ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 m2 ബൈ r സ്ക്വയർ. ഇതിൻ്റെ ഡെറിവേഷൻ നമ്മൾ പഠിക്കാൻ പോവാണ്. ആദ്യം നമ്മുടെ ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ എന്നാണ് എഫ് ഈസ് ഈക്വൽ ടു ജി m1 m2 ബൈ r സ്ക്വയർ. അതാണ്ട് ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചോണം. ഇവിടെ m1ന് പകരം ഞാൻ ക്യാപിറ്റൽ എം എന്ന് കൊടുക്കുന്നു. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. എപ്പോഴും ഈ ചാപ്റ്ററിനകത്ത് ക്യാപിറ്റൽ എം ഡിനോട്ട് ചെയ്യുന്ന എർത്തിൻ്റെ മാസിനെയാണ്, ക്യാപിറ്റൽ ആർ ഡിനോട്ട് ചെയ്യുന്ന എർത്തിൻ്റെ റേഡിയസിനെയാണ്. അതായത് നിങ്ങൾ വിചാരിക്കും സ്മോൾ എമ്മും സ്മോൾ ആറിനും ഒന്നും വിലയില്ലേ? സ്മോൾ എമ്മും സ്മോൾ ആറൊക്കെ നമ്മുടെ മാസം, അല്ലെങ്കിൽ സാറ്റലൈറ്റിൻ്റെ മാസം, അല്ലെങ്കിൽ പ്ലാനറ്റിൻ്റെ മാസം. ഇതെല്ലാം സ്മോൾ എമ്മും സ്മോൾ ആറും. ഓക്കെ. അന്നേരം m1ന് പകരം ക്യാപിറ്റൽ എം, m2ന് പകരം സ്മോൾ എം. അങ്ങനെയാണ് ഇക്വേഷൻ എന്ത് വരും? എഫ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ക്യാപിറ്റൽ എം സ്മോൾ എം ബൈ സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ ആർ. അന്നേരം എഫ് ഈസ് ഈക്വൽ ടു ജി mm ബൈ ആർ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1 ക്ലിയർ അല്ലേ? ന്യൂട്ടൻ്റെ സെക്കൻഡ് അനുസരിച്ച് എഫ് ഈസ് ഈക്വൽ ടു എം എ. എ എന്ന് പറയുന്ന ആക്സലറേഷനാണ്, ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അന്നേരം എക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? ജി എന്ന് കൊടുത്തു. അന്നേരം എഫ് ഈസ് ഈക്വൽ ടു എം ജി. ഇക്വേഷൻ 2. നിങ്ങൾ 1ഉം 2 ശരിക്കും കണ്ണ് മിഴിച്ചൊന്ന് നോക്കിയേ. എഫ് ഈസ് ഈക്വൽ ടു ജി mm ബൈ ആർ സ്ക്വയർ, എഫ് ഈസ് ഈക്വൽ ടു എം ജി. ഒരു സൈഡ് എഫ് എൽ എയുടെ ഇക്വേറ്റിംഗ് 1 and 2. എം ജി ഈസ് ഈക്വൽ ടു ജി mm ബൈ ആർ സ്ക്വയർ. എമ്മും വെട്ടിക്കളഞ്ഞു. ജി ഈസ് ഈക്വൽ ടു നമ്മുടെ മെയിൻ ഇക്വേഷൻ കിട്ടി. ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഡ്യൂ ടു ഓൾട്ടിറ്റ്യൂഡും ഡെപ്തും ഒക്കെ പഠിക്കുന്നത്. എന്നിട്ട് ഇത് നല്ല ക്ലിയർ കട്ടായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ ആണല്ലോ? പക്കയാണേ? ഓക്കെ. അന്നേരം ഞാൻ 3 ടോപ്പിക്കുകൾ തീർത്ത് തന്നു നിങ്ങൾക്ക്. ഒന്ന് ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ ലോ, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ നിങ്ങൾ എപ്പോഴും പഠിച്ചിരിക്കണം. ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഉറങ്ങരുത് കേട്ടോ. ഇനി മാസ് ആൻഡ് ഡെൻസിറ്റി ഓഫ് ദി എർത്ത്. 3 മാർക്കിനൊക്കെ ചോദിച്ചിട്ടിരിക്കുന്ന ഡെറിവേഷനാണ്. മാസ് ഓഫ് ദി എർത്ത്. അന്നേരം നമ്മുടെ മെയിൻ ഇക്വേഷൻ ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. അതിൽ മാസ് എന്തോ ഡിനോട്ട് ലെറ്റർ എം ആണ്. എം ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ ആർ സ്ക്വയർ ജി ബൈ ജി. മാസ് കണ്ടുപിടിച്ചു. എന്ത് എളുപ്പത്തിന് 2 മാർക്ക് കിട്ടി. അന്നേരം ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ, എം ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ജി ബൈ ജി.
മാസ് കണ്ടുപിടിച്ചേ. ഇനി ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തുവാടെ? മാസ് ബൈ വോളിയം ആണ്. ഡെൻസിറ്റി ഡിനോട്ട് ചെയ്ത ലെറ്റർ റോ ആണ്. റോ കേട്ടോ, ഇങ്ങനെ എഴുതുന്നതാണ് റോ. റോ ഈസ് ഈക്വൽ ടു മാസ് എം ബൈ വോളിയം ബി. റോ ഈസ് ഈക്വൽ എം ബൈ വി. അതിൽ നിന്ന് എം ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചോണേ, എം ഈസ് ഈക്വൽ ടു മാസം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, R² G/G. വി എന്ന് പറയുന്നത് എർത്തിനെ കൺസിഡർ ചെയ്യുന്നത് നമ്മളൊരു സ്ഫിയർ ആയിട്ടാണ്. സ്ഫിയറിൻ്റെ വോളിയം എന്തുവാ? 4/3 പൈ r³. അന്നേരം റോ ഈസ് ഈക്വൽ ടു R² G/G. എമ്മിന് പകരം കൊടുത്തു, ബൈ വിക്ക് പകരം 4/3 പൈ r³. ഞാനിതിനൊന്ന് എഴുതി കാണിക്കാം. റോ ഈസ് ഈക്വൽ ടു R² G/G ഇൻറ്റു, ഇത് ഡിവൈഡ് ബൈ അല്ലയോ, ഡിവൈഡ് ബൈ 4/3 എന്ന് പറയുമ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ തിരിച്ചു വരും 3/4 പൈ r³. ഏതൊക്കെ വെട്ടിക്കളയാം? അവിടെ വെട്ടിക്കളയാൻ നമുക്ക് വെട്ടാൻ വലിയ ഇഷ്ടമില്ല. R² r³ വെട്ടി അല്ലേ? എന്നറിയാം മണ്ടയ്ക്ക് എന്ത് വന്നു? റോ ഈസ് ഈക്വൽ ടു 3G. വേറെ അർത്ഥത്തിലൊന്നും വിചാരിക്കരുത്. ബൈ 4 പൈ, ഇവിടെ ഒരു R ഉണ്ട്, 4 പൈ RG. അതാണ് ഇക്വേഷൻ. ഇപ്പം മാസും ഡെൻസിറ്റിയും പഠിച്ചില്ലയോ? എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് എഴുതി പഠിച്ചാൽ എന്ത് സൂപ്പറായിരിക്കും. അടിപൊളിയല്ലേ? അടിപൊളിയാണ്. അടുത്തത് വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് വേരിയേഷൻ സംഭവിക്കാം ഓട്ടോമാറ്റിക്കായിട്ട്. 3 കേസാണ്. ആദ്യത്തെ വളരെ എളുപ്പമാണ്, ഡ്യൂ ടു ഷേപ്പ് ഓഫ് ദി എർത്ത്. എർത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് എന്തൊക്കെ വ്യത്യാസം. രണ്ടാമത്തെ ഓൾട്ടിറ്റ്യൂഡ്, ഉയരം, ഹൈറ്റ്. അടുത്ത് ഡെപ്ത്, ആഴം. ഈ 3 കേസിൽ 2 കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾട്ടിറ്റ്യൂഡും ഡെപ്തും ഡെറിവേഷൻ കണ്ടിപ്പാ പരീക്ഷയ്ക്ക് ചോദിക്കും 100%. അന്നേരം വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡ്യൂ ടു ദി ഷേപ്പ് ഓഫ് ദി എർത്ത്. അന്നേരം അതിന് വേണ്ട മെയിൻ ഇക്വേഷൻ G ഈസ് ഈക്വൽ ടു Gm/r². G ഈസ് ഈക്വൽ ടു Gm/r², നമ്മുടെ മെയിൻ ഇക്വേഷൻ. ഷേപ്പ് ഓഫ് ദി എർത്ത് ആണെങ്കിൽ G ഓൾറെഡി എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആണ്. കാരണം എന്തുവാ? യൂണിവേഴ്സൽ കോൺസ്റ്റൻ്റ് ആണ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. അവിടെ നമുക്ക് മാറ്റമില്ല. ഷേപ്പ് ഓഫ് ദി എർത്ത് ആകുമ്പോൾ മാസും കോൺസ്റ്റൻ്റ് ആണ്. Gm കോൺസ്റ്റൻ്റ് ആണ് ഷേപ്പ് ഓഫ് ദി എർത്ത് ആണെങ്കിൽ. Gm കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതരുതോ? G ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r². ഇത്രയേ ഉള്ളൂ. 2 മാർക്കിനേ ചോദിക്കത്തുള്ളൂ. പക്ഷേ അല്ല കിടുകാച്ചിയായിട്ട് പഠിക്കാം. G ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r². അതായത് നമുക്ക് എങ്ങനെ എഴുതാം? G എന്ന് പറഞ്ഞാൽ എന്തുവാ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ സിമ്പിൾ എന്തുവാ? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻവേഴ്സ്ലി 1/. അന്നേരം ഇങ്ങനെ എഴുതാം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r². R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി എർത്ത്, R² എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഓഫ് ദി റേഡിയസ് ഓഫ് ദി എർത്ത്. ഇത്ര എഴുതിയാൽ മതി, 2 മാർക്കിങ്ങി പോരും. അന്നേരം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി റേഡിയസ് ഓഫ് ദി എർത്ത്. ക്ലിയർ ആയേ? അടുത്ത നമ്മൾ പോകുന്നത് വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. അന്നേരം അടുത്ത ടോപ്പിക്ക് നമുക്കറിയാം വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് എന്നാണ്. അന്നേരം നമ്മുടെ മെയിൻ ഇക്വേഷൻ ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാണല്ലോ, വളരെ ഈസിയാണ്. സ്റ്റെപ്പുകളെല്ലാം മാഷ് സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. G ഈസ് ഈക്വൽ ടു Gm/r², നമ്മുടെ മെയിൻ ഇക്വേഷൻ. ഇതാണ് എർത്തിൻ്റെ റേഡിയസ് എന്ന് വെച്ചു. H ഹൈറ്റ് ആണെങ്കിൽ ഇങ്ങനല്ലേ ഹൈറ്റ്. അന്നേരം R+H. ഡെപ്ത് ആഴമാണെങ്കിൽ താഴോട്ടാണ്, R-H. അത് മാത്രം ഓർത്താൽ മതി. അന്നേരം G ഈസ് ഈക്വൽ ടു Gm/r², ഇക്വേഷൻ നമ്പർ 1. വേരിയേഷൻ കാണിക്കാൻ വേണ്ടി G' എന്ന് എഴുതിയിട്ടുണ്ട്. G' എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. G' ഈസ് ഈക്വൽ ടു Gm/Gയും എമ്മും കോൺസ്റ്റൻ്റ് ആണ്, ബൈ ആറിന് പകരം R+H. എന്തുകൊണ്ടാണ്? ഹൈറ്റ് ആയിട്ട് R+H ദി ഹോൾ സ്ക്വയർ, ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2. അന്നേരം ഇക്വേഷൻ സെയിം സൈഡ് നമ്മൾ ഡിവൈഡ് ചെയ്തേടി. G/G' ഈസ് ഈക്വൽ ടു Gm/r² ബൈ Gm/r+H ദി ഹോൾ സ്ക്വയർ. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ വരുന്നത് മൾട്ടിപ്പിൾ Gm/r² ഇൻറ്റു R+H ദി ഹോൾ സ്ക്വയർ ബൈ Gm. Gm വെട്ടിപ്പോവും കണ്ടോ. അതുകൊണ്ടാണ് G/G' ഈസ് ഈക്വൽ ടു R+H ദി ഹോൾ സ്ക്വയർ ബൈ r². ഇതിന് നമ്മൾ ഇങ്ങനെ എഴുതാം, A+B ദി ഹോൾ സ്ക്വയർ ബൈ A² എന്ന് പറഞ്ഞാൽ A+B ബൈ A ദി ഹോൾ സ്ക്വയർ എന്നല്ലേ. എന്നാൽ ഇതെങ്ങനെ എഴുതാം? G/G' ഈസ് ഈക്വൽ ടു കണ്ടോ R+H ബൈ R ദി ഹോൾ സ്ക്വയർ. എല്ലാത്തിനും നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. A+B/2 ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ A/2 സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തേ, A/2 + B/2 ദി ഹോൾ സ്ക്വയർ. അങ്ങനെയാണ് G/G' ഈസ് ഈക്വൽ ടു
ആർ ബൈ ആർ സെപ്പറേറ്റഡ് ഡിവൈഡ് ചെയ്യുക, ആർ ബൈ ആർ പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയർ. ജി ബൈ ജി ഡാഷ് ഈസിക്കൽ ആർ ബൈ ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ് 1 പറഞ്ഞല്ലേ, പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയർ. അതിൽ നിന്ന് ജി ഡാഷ് ഈസിക്കൽ ടു ജി ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു അല്ല ഡിവൈഡ് ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയർ. ഈ എ ബൈ ബി സ്ക്വയർ മുകളിൽ പോയാൽ എന്ത് വരും, എ ബി റേസ് ടു -2. അങ്ങനെയാണെങ്കിൽ ജി ഡാഷ് ഈസിക്കൽ ടു ജി ഇൻറ്റു 1 പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയർ മുകളിൽ പോയാൽ 1 പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ റേസ് ടു -2. ഇനി ഒറ്റ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, എളുപ്പമാർഗം പറഞ്ഞുതരാം. 1 പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ റേസ് ടു -2 എന്നല്ലയോ, ഈ -2 ഈ പ്ലസിൻ്റെ അവിടോട്ടങ്ങ് വരും, കുരിശിൻ്റെ അവിടെ വരും. അന്നേരം എന്ത് വരും, ജി ഡാഷ് ഈസിക്കൽ ടു പെട്ടെന്ന് ഓർത്തിരിക്കാൻ ജി ഇൻറ്റു 1 എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ആ പ്ലസിൻ്റെ അവിടെ -2 വന്നു കഴിഞ്ഞാൽ മൈനസ് ബാക്കി എന്തുകൊണ്ട് 2h ബൈ ആർ. നിങ്ങൾ നന്നായിട്ട് ഇത് ഒന്നുകൂടെ ഒന്ന് കേട്ടെഴുതിയുണ്ടല്ലോ, എഴുതി അങ്ങ് പഠിക്കണം, പിന്നെ ഇവനെ വിട്ടുകൊടുക്കരുത്, കിടുകാച്ചിയാക്കണം കേട്ടോ. അടുത്ത വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡെപ്ത്. അത് ചെയ്യുന്ന ഒരു ഇച്ചിരി വ്യത്യസ്തമാണ്. മെയിൻ ഇക്വേഷൻ ഇത് തന്നെയാണ്, ജി ഈസിക്കൽ ടു ജി എം ബൈ ആർ സ്ക്വയർ, ഇക്വേഷൻ നമ്പർ 1. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. ഡെൻസിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ റോ ഈസിക്കൽ ടു എം ബൈ വി അല്ലേ, റോ ഈസിക്കൽ ടു എം ബൈ വി എന്ന് പറയുന്ന വോളിയം എന്തോ എപ്പോഴും ഓർത്തോണം. ഈ ചാപ്റ്ററിനകത്ത് വോളിയമായിട്ട് എടുക്കുന്നത് എർത്തിനെ സ്ഫിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് മറക്കരുത് 4/3 പൈ ആർ ക്യൂബ്. അതിൽ നിന്ന് എം ഒന്ന് കണ്ടുപിടിച്ച് 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു റോ ഇക്വേഷൻ നമ്പർ 2. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 in 1 ജി ഈസിക്കൽ ടു ജി ഇൻറ്റു ദാണ്ട് ഈ എമ്മിൻ്റെ സ്ഥാനത്തോട്ട് നമുക്ക് എന്ത് കൊടുക്കാം, 4/3 പൈ ആർ ക്യൂബ് റോ ബൈ ആർ സ്ക്വയർ. ആർ സ്ക്വയർ ഒരു ആർ ക്യൂബും വെട്ടിപ്പോടെ, ബാക്കി എന്ത് വരും, ജി ഈസിക്കൽ ടു 4/3 പൈ ആർ ജി റോ ഇക്വേഷൻ നമ്പർ 3. ഇത്രയും ക്ലിയർ ആണോ നന്നായിട്ട് നിങ്ങൾ നോക്കണം. ഒന്നുകൂടെ ഒന്ന് എഴുതി എൻ്റെ കൂട്ടത്തിൽ ഒന്ന് നോക്കി പഠിച്ചതിന് ശേഷം ഒന്ന് എഴുതി നോക്കണം. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ, വേരിയേഷൻ കാണിക്കുന്നത് എങ്ങനെയാണ്, ജി ഡാഷ് ഈസിക്കൽ ടു ജി ഇൻറ്റു എമ്മിന് പകരം ഇവിടെ എം ഡാഷ് എന്നുണ്ട് കേട്ടോ, ബൈ മറ്റേടത്ത് ആർ പ്ലസ് എച്ച് ഡെപ്ത് ആകുമ്പോൾ ഞാൻ പറഞ്ഞു താഴോട്ട് ആർ മൈനസ് എച്ച്, അന്നേരം ആർ മൈനസ് എച്ച് ആർ സ്ക്വയറിന് വരെ ആർ മൈനസ് എച്ച് ദി ഹോൾ സ്ക്വയർ. എം ഡാഷിന് പകരം എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറയാം, നിങ്ങൾ നോക്കിയേ, എമ്മിന് പകരം കിടക്കുന്ന ഇക്വേഷൻ എന്താണെന്ന് നോക്കിയിട്ട് 4/3 പൈ ആർ ക്യൂബ് റോ അല്ലേ, എം ഡാഷ് ആകുമ്പം ആറിന് പകരം ആർ മൈനസ് എച്ച് എന്നും കൊടുത്താൽ മതി. ഓക്കെ, സിമ്പിൾ. എം ഡാഷ് ഈസിക്കൽ ടു 4/3 പൈ ആറിന് പകരം ആർ മൈനസ് എച്ച് ദി ഹോൾ ക്യൂബ് ഇൻറ്റു, കാരണം ഇവിടെ ആർ ക്യൂബ് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ആർ മൈനസ് എച്ച് ദി ഹോൾ ക്യൂബ് ഇൻറ്റു റോ. അതിൽ നിന്ന് ജി ഡാഷ് ഈസിക്കൽ ടു ഈ എം ഡാഷിന് പകരം നമുക്ക് ഇവനെ ഇതിനകത്തോട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 4/3 പൈ ആർ മൈനസ് എച്ച് ദി ഹോൾ ക്യൂബ് ഇൻറ്റു റോ ബൈ ആർ മൈനസ് എച്ച് ദി ഹോൾ സ്ക്വയർ. ആർ മൈനസ് എച്ച് ദി ഹോൾ ക്യൂബും ആർ മൈനസ് എച്ച് ദി ഹോൾ സ്ക്വയറും ക്യാൻസൽ. ജി ഡാഷ് ഈസിക്കൽ ടു 4/3 ഈ മറ്റേ ഓർഡറിൽ തന്നെ, അതാണ്ട് ഈ ഓർഡറിൽ തന്നെ എഴുതണം, 4/3 കഴിഞ്ഞിട്ട് പൈ ആർ മൈനസ് എച്ച് ഇൻറ്റു ജി ഇൻറ്റു റോ ഇക്വേഷൻ നമ്പർ 4. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജി ഡാഷ് ബൈ ജി, സെയിം സൈഡ് ഇക്വേഷൻ 4 ഡിവൈഡ് ബൈ ഇക്വേഷൻ 3. ഇതാണ് ഇക്വേഷൻ 4, ഇതാണ് ഇക്വേഷൻ 3. ഇക്വേഷൻ 4 ഡിവൈഡ് ബൈ ഇക്വേഷൻ 3, ജി ഡാഷ് ബൈ ജി ഈസിക്കൽ ടു 4/3 പൈ ആർ മൈനസ് ജി ഇൻറ്റു റോ ബൈ 4/3 പൈ ആർ ജി റോ. 4/3 വെട്ടി, പൈ വെട്ടി, ജി വെട്ടി, റോ വെട്ടി, ബാക്കി എന്തുകൊണ്ട് ജി ഡാഷ് ബൈ ജി ഈസിക്കൽ ടു കൊച്ച് ഇക്വേഷനായി ആർ മൈനസ് എച്ച് ബൈ ആർ. സെപ്പറേറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ജി ഡാഷ് ബൈ ജി ഈസിക്കൽ ടു ആർ ബൈ ആർ മൈനസ് എച്ച് ബൈ ആർ. ജി ഡാഷ് ബൈ ജി ഈസിക്കൽ ടു 1 മൈനസ് എച്ച് ബൈ ആർ. അതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ജി ഡാഷ് ഈസിക്കൽ ടു നമ്മുടെ ക്രോസ് മൾട്ടിപ്ലൈ അങ്ങ് ഏതാ മതി, ജി ഇൻറ്റു 1 മൈനസ് എച്ച് ബൈ ആർ. ചോദിക്കുവാണെങ്കിൽ ഈ രണ്ടെണ്ണം 4 മാർക്കും 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യനാണ്, ഉറപ്പിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. കാരണം നമുക്ക് കളയാൻ പറ്റുമോ, ഒരിക്കലും കളയാൻ പറ്റില്ല, തകർക്കണം കേട്ടോ, നല്ല അടിപൊളിയായിട്ട് പിടിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അന്നേരം വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഓൾട്ടിറ്റ്യൂഡ് കഴിഞ്ഞു, ഡെപ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക്. അടുത്തത് ഓർബിറ്റൽ വെലോസിറ്റി. ഈ ചാപ്റ്ററിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്ക്
ഓർബിറ്റൽ വെലോസിറ്റി എന്ന് കേൾക്കുമ്പം തന്നെ നിങ്ങൾ മറ്റൊരു പേരൂടെ നിങ്ങളുടെ ഓർമ്മ വരണം, ഒരു ഇരട്ട പേര് പോലെ, ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റി എന്തുകൊണ്ട് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം. അത് എന്താണ് ഓർബിറ്റ്? നമ്മുടെ ചൂയിങ് ഗമ്മിനൊക്കെ ബബിൾ ഗമ്മിനൊക്കെ ഓർബിറ്റ് എന്നുണ്ട്. അതല്ലാതെ ഓർബിറ്റ് നമ്മൾ സഞ്ചരിക്കണമെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന പാത്തിനെ പറയുന്ന ഒരു റോഡെന്നാണ്. സാറ്റലൈറ്റും പ്ലാനറ്റും ഒക്കെ ഇച്ചിരി സ്റ്റാൻഡേർഡ് ആൾക്കാരായതുകൊണ്ട് തന്നെ റോഡെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സാറ്റലൈറ്റോ പ്ലാനറ്റോ സഞ്ചരിക്കുന്ന പാത്തിനെ പറയുന്ന പേരാണ് ഓർബിറ്റ്. അതൊരു സാറ്റലൈറ്റോ പ്ലാനറ്റോ സഞ്ചരിക്കാൻ എടുക്കുന്ന ഒരു മിനിമം വെലോസിറ്റിയെ പറയുന്ന പേരാണ് ഓർബിറ്റൽ വെലോസിറ്റി. എന്ന് നോക്കാം. ദി വെലോസിറ്റി വിത്ത് വിച്ച് എ സാറ്റലൈറ്റ് മൂവ്സ് ഇൻ ഇറ്റ്സ് ക്ലോസ്ഡ് ഓർബിറ്റ് ഈസ് കോൾഡ് ഓർബിറ്റൽ വെലോസിറ്റി. അത് ക്ലിയർ ആണല്ലോ. ഇന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒരു ഓർബിറ്റൽ വെലോസിറ്റി, നമ്മളിപ്പം നമ്മുടെ ഭൂമിയിലേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു സാറ്റലൈറ്റോ പ്ലാനറ്റോ സ്റ്റാറോ ഒക്കെ നമ്മുടെ തലയിൽ വന്ന് വീഴുന്നുണ്ടോ? ഇല്ല. കാരണം അവിടെ രണ്ട് തരം ഫോഴ്സ് ഭയങ്കരമായിട്ട് ബാലൻസ് ചെയ്യുന്നു. ഇത് എപ്പോഴും ഓർത്തിരുന്നോണം. ഒരു സാധനങ്ങൾ മണ്ടയ്ക്കിരിക്കുന്ന ഒരു സാധനങ്ങളും താഴോട്ട് വീഴാതെ, മണ്ടയ്ക്കിരിക്കുന്ന സാധനം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റാറും പ്ലാനറ്റും സാറ്റലൈറ്റും ഒന്നും താഴെ വീഴാതിരിക്കണമെങ്കിൽ രണ്ട് തരം ഫോഴ്സ് ഉണ്ട്. ഒന്ന് ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം, മണ്ടയ്ക്ക് ഇതെല്ലാം കറങ്ങാൻ സഹായിക്കുന്ന സെൻട്രിപ്പിറ്റൽ ഫോഴ്സ്. ഇവ രണ്ടുപേരും ബാലൻസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഇതുങ്ങളൊന്നും താഴോട്ട് വീഴാത്തത്. അന്നേരം സെൻട്രിപ്പിറ്റൽ ഫോഴ്സിനുള്ള ഇക്വേഷനാണ് F=mv²/r. നിങ്ങൾ ഓർത്തോണം, ഓർബിറ്റൽ വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ v കണ്ടുപിടിക്കാൻ പോവുക. F=mv²/r. ഗ്രാവിറ്റേഷൻ ഫോഴ്സിനുള്ള ഇക്വേഷനാണ് F=gmm/r². അത് എന്തുകൊണ്ടാണ് ഈ സ്മോൾ ആർ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാറ്റലൈറ്റിനെ കുറിച്ചാണ്. എർത്തിനെ കുറിച്ച് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ മതി. gmm/r². നിങ്ങൾ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 നോക്കി, ഒരു സൈഡ് എഫ് അല്ലേ, അങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്ത് mv²/r =gmm/r². ഒരു എമ്മും വെട്ടി, ഒരു ആറും വെട്ടി, ബാക്കി v² =gm/r. a² b ആണെങ്കിൽ a √b. അങ്ങനെയാണെങ്കിൽ b √gm/r. ഇത്രയും വരെ എഴുതിയാൽ മതി ഡെറിവേഷൻ. ഓർബിറ്റൽ വെലോസിറ്റി 2 മാർക്കിനാണെങ്കിലും 3 മാർക്കിനാണെങ്കിലും ഈ രണ്ട് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഈ ഇക്വേഷൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഇക്വേഷൻ പഠിക്കണം. b √, എങ്ങനെ വന്നെന്ന് ഞാൻ പറയുന്നുണ്ട്, √r²g/r+h. എന്തിനാണെന്നറിയോ? ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ അവനെ അറിഞ്ഞിരിക്കണം. നോക്കിയേ, ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി ഇതാണ്ട്, ഇവൻ ഇത് വേണ്ട. v √r²g/r+h. നിങ്ങളൊന്ന് അസ്യൂം ചെയ്തേ, ഇത് എർത്ത്, ഇത് സാറ്റലൈറ്റ്, ഇതിൻ്റെ ഹൈറ്റ് അങ്ങ് നെഗ്ലിജിബിൾ ആണെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ h എന്ന് പറയുന്നത് 0 ആണ്. h 0 ആണെങ്കിൽ ഇവിടെ hന് 0 എന്ന് കൊടുക്കുക. അന്നേരം v √r²g/r+h സ്ഥാനത്ത് r എന്നാവും. ഒരു ആറും വെട്ടിപ്പോകും. v √rg. r എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി എർത്ത്, g എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. രണ്ടിനും വാല്യൂ ഉണ്ട്. ആ വാല്യൂ ഒന്ന് കൊടുക്കുക. v √r-ൻ്റെ വാല്യൂ 6.4 × 10⁶ ഇൻറ്റു ജിക്ക് വരെ 9.8. നമുക്ക് കിട്ടുന്നത് 7.92 km/s. അത് നിങ്ങളോട് പരീക്ഷയ്ക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? വൈ കോസ്മിക് വെലോസിറ്റി ഈസ് കോൾഡ് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി, വൈ ഓർബിറ്റൽ വെലോസിറ്റി ഈസ് കോൾഡ് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റി എന്തുകൊണ്ട് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ മുതൽ എഴുതണം. v √r²g/r+h h 0. ഇവിടെ മുതൽ v √rg എഴുതിയിട്ട് എൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആറിൻ്റെയും ജിയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഉത്തരം എഴുതുക. ഇനി ഏത് വെലോസിറ്റിയാണ് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്ന് ചോദിക്കുന്നത്? ഓർബിറ്റൽ വെലോസിറ്റി. ഇത് കട്ട് ആൻഡ് ക്ലിയർ ആയിരിക്കണം. ഇവിടുന്ന് ഞാൻ നേരെ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, ഇതിനിടയിൽ ഒരു ടോപ്പിക് ഉണ്ടെന്നാൽ പോലും എസ്കേപ്പ് വെലോസിറ്റിയിലോട്ടാണ്. കാരണം എസ്കേപ്പ് വെലോസിറ്റിയെ പറയുന്ന മറ്റൊരു പേര് ഇതിൻ്റെ കൂട്ടത്തിൽ പഠിക്കേണ്ടതാണ് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി ഈസ് കോൾഡ് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി. അന്നേരം എന്താണ് എസ്കേപ്പ് വെലോസിറ്റി? ഒരുപാട് ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ദി മിനിമം വെലോസിറ്റി വിത്ത് വിച്ച് എ ബോഡി മസ്റ്റ് ബി പ്രൊജക്റ്റഡ് സോ ദാറ്റ് ഇറ്റ് മേ എസ്കേപ്പ് ഫ്രം ദി ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് ദി എർത്ത്. അതായത് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു പോകുന്ന മിനിമം വെലോസിറ്റിയെ പറയുന്ന പേരാണ് എസ്കേപ്പ് വെലോസിറ്റി. അന്നേരം എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഓൾസോ കോൾഡ് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി.
എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദി എർത്ത് സർഫസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 11.2 km/s. എസ്കേപ്പ് വെലോസിറ്റിയെ പറയുന്ന പേര് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി എന്നാണ്. എസ്കേപ്പ് വെലോസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് എർത്ത് സർഫസിലെ വാല്യൂ എന്ന് പറയുന്നത് 11.2 km/s ആണ്. ഇനി എസ്കേപ്പ് വെലോസിറ്റി ഡിനോട്ട് ലെറ്റർ VE എന്നാണ്. VC എന്നൊന്നുമല്ല, VE എസ്കേപ്പിൻ്റെ E, V വെലോസിറ്റി, എസ്കേപ്പ് വെലോസിറ്റി. അതിൻ്റെ ഡെറിവേഷനിലോട്ട് പോവാം. ആദ്യം കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് mv². VE² നിങ്ങൾ കൊടുത്ത് പഠിക്കണേ, അവിടെ ഒരു മിസ്റ്റേക്കാണ്. പൊട്ടൻഷ്യൽ എനർജിക്കുള്ള ഇക്വേഷൻ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി, അത് ഞാൻ പഠിപ്പിക്കാം. അതിനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്: -gmm/r. സാധാരണ പൊട്ടൻഷ്യൽ എനർജി അല്ല ഇവിടെ എടുക്കുന്നത്, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയാണ് അത്. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി എന്തുവാണ്? ഹാഫ് mv² പ്ലസ് ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, അന്നേരം -gmm/r. നിങ്ങളിങ്ങനെ വിചാരിക്കുക, ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ രണ്ട് എനർജിയുടെ സം എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഹാഫ് mv² -gmm/r = 0. ഹാഫ് mv² ഈക്വൽ 0 പ്ലസ് gmm/r എന്ന് പറഞ്ഞാൽ gmm/r. അന്നേരം ഹാഫ് mv² ഈ നല്ല വൃത്തിയായിട്ട് എഴുതുക, gmm/r. എമ്മും എമ്മും വെട്ടിപ്പോയിടെ. ഇനി v² ഈ 2 ഇങ്ങോട്ടിങ്ങ് പോകും, 2gm/r. അതിൽ നിന്ന് v = √2gm/r. വെരി ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ, വെരി ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ. v √2gm/r. ഇനി y ഓർബിറ്റൽ വെലോസിറ്റി ഈസ് കോൾഡ് y escape velocity is called second cosmic velocity എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഇക്വേഷൻ ആദ്യം എഴുതണം. v √2gm/r. നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇല്ലയോ? g gm/R² ആണ് കേട്ടോ. അതിൽ നിന്ന് gm R²g. ഈ gmന് പകരം നമുക്ക് R²g എന്ന് കൊടുക്കാം. എന്നൊരു ഇക്വേഷൻ എന്ത് വരും? v നിങ്ങൾ നോക്കിയോ, √2r²g/r. ആറും വെട്ടിപ്പോയി ഇല്ലയോടെ. v = എന്ത് കിട്ടും? √2rg. v √rg ആണെങ്കിൽ അത് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. v √2rg ആണെങ്കിൽ അത് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി. ആറിൻ്റെയും ജിയുടെയും വാല്യൂ ഒന്നും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, ഓർത്തിരിക്കണം. y escape velocity is called സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി എന്ന് വെച്ചാൽ ഇവിടെ മുതൽ v √2rg വരെ നിങ്ങൾ എഴുതണം. therefore ഇതാണ് escape velocity is called second cosmic velocity. അപ്പോൾ നമ്മൾ കുറേ ടോപ്പിക്കിൽ ഓടിച്ചു. ഇനി കഴിഞ്ഞ വർഷത്തെ ഇമ്പ്രൂവ്മെൻറ്റ് 2023 ഇമ്പ്രൂവ്മെൻറ്റിന് വെച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി എർത്ത് അതിൻ്റെ ഡെറിവേഷൻ. അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 12 മാർക്ക്, 10 മുതൽ 12 മാർക്ക് വരെ ഉറപ്പിക്കാം. ഡെഫിനറ്റ്ലി ഈ ചാപ്റ്റർ കണ്ടു പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇത്രയും സമയത്തിനുള്ളിൽ 12 മാർക്ക് കിട്ടിയിരിക്കും. നിങ്ങൾ നല്ല വൃത്തിയായിട്ട് എഴുതിയൂടെ പഠിച്ചാൽ അടിപൊളി. എന്നാൽ നമുക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി എർത്ത് എടുക്കാം. ഇത് നിങ്ങൾ എർത്തായിട്ട് കൺസിഡർ ചെയ്യാം. ഈ സ്ഫിയർ സെൻറ്റർ O, എർത്തിൻ്റെ റേഡിയസ് R, M മാസ്. O മുതൽ 2 പോയിൻ്റ് എടുത്തിട്ടുണ്ട്, എയും ബിയും. O മുതൽ A വരെയുള്ള ഡിസ്റ്റൻസ് R1, B വരെയുള്ള ഡിസ്റ്റൻസ് R2. സാധാരണ ഗ്രാവിറ്റേഷൻ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആണ്ടെ EP -gmm/r. നിങ്ങൾ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. എയുടെ അവിടുത്തെ ഇക്വേഷൻ -gmm/ ഇവിടുത്തെ എയുടെ ഡിസ്റ്റൻസ് R1 ആയതുകൊണ്ട് -gmm/r വരെ R1. B ആകുമ്പം ബിയിലെ പോയിൻ്റ് ആകുമ്പോൾ EP -gmm/r2. ചേഞ്ച് ഇൻ EP എന്ന് പറയുമ്പോൾ ബിയിൽ നിന്ന് എയിലോട്ടുള്ളത് കുറയ്ക്കണം. അന്നേരം -gmm/r2 മൈനസ് ഉണ്ട് ഓൾറെഡി കുറയ്ക്കുമ്പോൾ, പിന്നെ ഇവിടെ ഒരു മൈനസ് കൂടെ വരും. മൈനസും ഇതാകുമ്പോൾ +gmm/r1. ഇനി പോസിറ്റീവായിട്ടുള്ളത് ആദ്യം എഴുതാം, gmm/r1 ആദ്യം എഴുതാം, പിന്നെ നെഗറ്റീവായിട്ടുള്ളത് എഴുതാം. അന്നേരം EP gmm/r1 -gmm/r2. രണ്ടിടത്തും എന്ത് കോമൺ ആയിട്ട് എടുക്കുക? അവിടെ gmm. അന്നേരം EP വലുതായിട്ട് ഈ എഴുതിയിട്ട് താഴെ കൊടുത്താൽ മതി. EP gmm ഇൻറ്റു ബാക്കി എന്തുകൊണ്ട് 1/r1 -1/r2. ഇനി ശ്രദ്ധിക്കേണ്ടത് 2 സബ്സ്റ്റിറ്റ്യൂഷനാണ്, മറക്കരുത്. R1 എന്ന് പറയുന്നത് R ആണ്, R2 എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി വലിയ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് R+h എന്ന് കൊടുക്കും. അന്നേരം R1 = R, R2 = R+h. അന്നേരം EP gmm ഇൻറ്റു 1/r1 പകരം 1/r മൈനസ് 1/r2 പകരം 1/r+h.
ക്രോസ് മൾട്ടിപ്ലൈ LCM എടുക്കുകയോ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു EPCയിൽ GMM ഇൻറ്റു R+H മൈനസ് R മണ്ടയ്ക്ക് ബൈ R ഇൻറ്റു R+H ആറും മൈനസ് ആറും ക്യാൻസലായി. ബാക്കി EPCക്കൽ ടു GMMH ബൈ R ഇൻറ്റു R+H. ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് ആറിനെ അപേക്ഷിച്ച് എച്ച് വളരെ 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 നെഗ്ലിജിബിളാണ്. അന്നേരം ഇവിടെ എച്ച് ഉണ്ട്, ഇവിടെ എച്ച് ഉണ്ട്, പക്ഷേ 6 താഴെ മാത്രമേ ഉള്ളൂ. 6നെ അപേക്ഷിച്ചാണ് എച്ച് വളരെ വളരെ നെഗ്ലിജിബിളാണ്. അന്നേരം 6 ഉള്ളിടത്ത് എച്ച് നമ്മൾ 0 ആയിട്ട് കൊടുക്കണം. അന്നേരം മണ്ടയ്ക്ക് അതുപോലെ എഴുതുക GMMH ബൈ 6 ഉള്ളത് ഇവിടെ ആണല്ലോ, R ഇൻറ്റു R+Hൻ്റെ സ്ഥാനം 0 കൊടുക്കുക. R+0 എന്ന് പറഞ്ഞാൽ 0 എന്ന് എഴുതി വെക്കരുത്, R ആണ്. R ഇൻറ്റു R എന്ന് പറഞ്ഞാൽ R². അതായത് നമ്മുടെ ഇക്വേഷൻ EPCക്കൽ ടു GMMH ബൈ R². വെരി ഇമ്പോർട്ടൻറ്റ്. കഴിഞ്ഞ വട്ടം നിങ്ങൾ പബ്ലിക് എക്സാമിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുക. പബ്ലിക് എക്സാം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 4 5 ആണെന്ന് തോന്നുന്നു, ഉറപ്പിക്കുന്ന ക്വസ്റ്റ്യൻ. ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ ഗ്രാവിറ്റേഷനിൽ വൃത്തിയായിട്ട് പഠിച്ചാൽ 10 മാർക്ക് ഉറപ്പിക്കാം. 60ലാണ് ഈ ഒറ്റ ചാപ്റ്ററിൽ നിന്ന് 10 മാർക്ക് ഉറപ്പിക്കാം. ഇത്രയും ടോപ്പിക്സ് നല്ല വൃത്തിയായിട്ട് ഡിറൈവ് ചെയ്ത് എഴുതി കഷ്ടപ്പെട്ട് പഠിച്ചാൽ മോഡൽ എക്സാമിനായാലും പബ്ലിക് എക്സാമിന് ഉറപ്പിക്കാം. അന്നേരം നല്ല വൃത്തിയായിട്ട് പഠിക്കുക. കമൻസ് ചറപറാന്ന് കൊടുക്കുക. നിങ്ങളുടെ ഓരോ കമൻസും മാഷിന് ഇനി അങ്ങോട്ട് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമാണ്. ആ പ്രചോദനം നിങ്ങൾ കളയരുത്. നല്ല കിടുക്കനായിട്ട് നിങ്ങൾ തകർത്ത് നമ്മൾക്ക് ഇതാക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് എല്ലാം കാണുക. വാട്സപ്പ് ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ്, അതിനകത്ത് നോട്ട്സ് ഉൾപ്പെടെ കൊടുക്കും. അടിപൊളിയായിട്ട് പഠിക്കുക. അന്നേരം ഗ്രാവിറ്റേഷൻ നമ്മൾ അടിപൊളിയായിട്ട് തീർത്തു. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ലാസ്റ്റിൽ ഓരോന്നോരോന്നൊന്ന് വ്യക്തമായിട്ട് തീർക്കാം. അടുത്ത ചാപ്റ്റർ ഏത് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൃത്യമായിട്ട് പറയുക. നിങ്ങൾ എത്ര സ്ട്രോങ് ആയിട്ട് പറയുന്നോ അത്രയും സ്ട്രോങ് ആയി ഞാനും സ്ട്രോങ് ആവും. ഡബിൾ സ്ട്രോങ് അല്ല, ട്രിപ്പിൾ സ്ട്രോങ് ആവും. നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.